بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد السلام عليكم ورحمة الله. بسم الله الحمد لله رب العالمين والصلاة والسلام على رسول الله. നമ്മുടെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഹിന്ദ് ബിൻത് അബി ഉമയ്യ. ഹിന്ദ് എന്നതാണ് അവരുടെ യഥാർത്ഥ പേര്. സലമ എന്ന ആൺകുട്ടിയിലേക്ക് ചേർത്തുകൊണ്ടാണ് ഉമ്മു സലമ എന്ന പേര് അവർക്ക് ലഭിക്കുന്നത്. മഖ്സൂമിയ ഗോത്രക്കാരിയാണ്. ഉപ്പ ഹുദൈഫ ഇബ്നുൽ മുഗീറ. ഉപ്പ വഴിക്കുള്ള പരമ്പര മുറ എന്ന വല്ലിപ്പയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ചേരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഉമ്മ ആതിക ബിൻത് ആമിർ. കിനാന എന്ന വല്ലിപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽ ചേരുന്നുണ്ട്. അപ്പോൾ ഉപ്പ വഴിയും ഉമ്മ വഴിയും റസൂലുള്ളാഹിയുടെ പരമ്പരയിൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ പരമ്പര കൂട്ടിമുട്ടുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച മഹദിയാണ് ഉമ്മു സലമ. ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടത്, ഏറ്റവും അധികം ത്യാഗം സഹിച്ചത് ഇസ്ലാമിൻ്റെ തുടക്കക്കാരാണ്. അതുകൊണ്ട് തന്നെ ത്യാഗങ്ങൾ നിറഞ്ഞതായിരുന്നു അവരുടെ ചരിത്രം എന്ന് നമുക്ക് കാണാൻ കഴിയും. അബൂ സലമ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബ്ദുള്ള എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചത്. വളരെയേറെ സ്നേഹം നിറഞ്ഞു നിന്ന, പരസ്പരം ആളുകൾ സ്നേഹത്തിന് ഉദാഹരണം പറഞ്ഞിരുന്ന ദാമ്പത്യമായിരുന്നു ഉമ്മു സലമയുടെയും അബൂ സലമയുടെയും ദാമ്പത്യം എന്ന് നമുക്ക് കാണാൻ കഴിയും. അബൂ സലമ അദ്ദേഹവും മഖ്സൂമിയ ഗോത്രക്കാരനാണ്. ഈ വിവാഹത്തിൽ അവർക്ക് 4 മക്കളുണ്ട്. സലമ എന്ന ഒരു ആൺകുട്ടി പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ വലിയായി നിൽക്കുന്നത്, വിവാഹം കഴിപ്പിച്ചു നൽകുന്നത് സലമയാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു കുട്ടിയാണ് ഉമർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും അല്ലെ. ഒരു കുട്ടി റസൂലുള്ളാഹിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് എല്ലാ ഭാഗത്തു നിന്നും ഭക്ഷണം കഴിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണ മര്യാദ പഠിപ്പിക്കുന്ന ഹദീസ്, അത് ഈ ഉമർ ഇബ്നു അബി സലമ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. കുൻതു ഗുലാമൻ ഫി ഹജ്രി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിൽ വളർന്ന കുട്ടിയായിരുന്നു. റസൂലുള്ളാഹിയുടെ വളർത്തുമകനാണ് മഹാനായ ഉമർ ഇബ്നു അബി സലമ. വകാനത് യദി തതീഷു ഫി സുഹ്ഫ. അങ്ങനെ ആ സുഹ്ഫയുടെ എല്ലാ ഭാഗങ്ങളിലും കൈകൾ കൊണ്ട് പരതി ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയോട് പറഞ്ഞു, യാ ഗുലാം, മോനെ, ഭക്ഷണം കഴിക്കുമ്പോൾ സമ്മില്ല, നീ ബിസ്മി ചൊല്ല്. വകുൽ ബിയമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് കഴിക്ക്. വകുൽ മിമ്മാ യലീക്, നിന്റെ അരികിൽ നിന്ന് കഴിക്ക്. അങ്ങനെ ഭക്ഷണ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ പ്രസിദ്ധമായ ഹദീസ് മഹാനായ ഉമർ ഇബ്നു അബി സലമ അദ്ദേഹത്തിൻ്റെ വിഷയത്തിലാണ് വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സലമ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളത് ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൾ ഉമാമയാണ്. അങ്ങനെ ഒരു ബന്ധം കൂടെ സലമയുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കുട്ടി ദുർറയാണ്. അവസാനത്തെ പെൺകുട്ടി സൈനബ്, ഏറ്റവും ചെറിയ മകൾ സൈനബ്. അബൂ സലമ റളിയല്ലാഹു തആല മരണപ്പെടുന്ന സമയത്ത് ഉമ്മു സലമ റളിയല്ലാഹു തആല ഗർഭിണിയാണ്. എന്നാൽ അവർ സൈനബിനെ പ്രസവിച്ചിട്ടില്ല. പിന്നീട് സൈനബിനെ പ്രസവിച്ചു. ആ കുട്ടിക്ക് ആദ്യം ബർറ
എന്ന പേരായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പേരു മാറ്റി സൈനബ് എന്ന പേര് നൽകി. സ്നേഹത്തോടുകൂടെ പല സന്ദർഭങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബിനെ ലാളിക്കുന്നതും അവരെ അരികിലേക്ക് വിളിക്കുന്നതുമൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 യതീമായ മക്കളെ അവരുടെ സംരക്ഷണം കൂടെ ഏറ്റെടുക്കുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല വിവാഹം കഴിക്കുമ്പോൾ അവരെ വിവാഹം കഴിക്കുന്നതോടുകൂടെ 4 മക്കളെ അവരുടെ സംരക്ഷണം ഏറ്റെടുത്ത് അവർക്ക് കൃത്യമായ തർബിയത്ത് നൽകി അവരെ വളർത്തുക കൂടെ ചെയ്യുകയാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഉമ്മു സലമ റളിയല്ലാഹു തആലയുടെ ജീവിതത്തിൻ്റെ ഇസ്ലാമിൻ്റെ തുടക്കമെന്നുള്ളത് വളരെ ത്യാഗം നിറഞ്ഞ അധ്യായങ്ങളാണ്. ഹബിഷയിലേക്ക് അവർ ഹിജ്റ പോയി, ഭർത്താവ് അബൂ സലമയുടെ കൂടെ. പിന്നീട് മദീനയിലേക്ക് അവർ ഹിജ്റ പുറപ്പെടുകയാണ്. 2 ഹിജ്റയിലും പങ്കെടുത്ത മഹദിയാണ്. മദീനയിലേക്ക് ഹിജ്റ പുറപ്പെടുന്ന സമയത്ത് ഉമ്മു സലമയുടെ കുടുംബം അബൂ സലമയെ വിരട്ടി ഓടിക്കുകയും ഉമ്മു സലമ റളിയല്ലാഹു തആലയെയും സലമയെയും പിടിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരികയും ചെയ്യുന്നു. നോക്കൂ, തൻ്റെ ഏറ്റവും താൻ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അവർക്ക് നഷ്ടപ്പെടുന്നു. അബൂ സലമ മദീനയിലെത്തി. ഉമ്മു സലമ അവരെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ അബൂ സലമയുടെ കുടുംബക്കാർ സലമയെ അത് ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സലമയെ ഉമ്മു സലമ റളിയല്ലാഹു തആലയുടെ കയ്യിൽ നിന്ന്, ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഭർത്താവിനെ നഷ്ടപ്പെട്ടിരിക്കുന്ന ദുഃഖം ഒരു ഭാഗത്ത്, തൻ്റെ കൊച്ചുമകൻ, ആ ചെറിയ പൈതൽ, അത് നഷ്ടപ്പെട്ട സങ്കടം മറുഭാഗത്ത്. ഭർത്താവും മകനും നഷ്ടപ്പെട്ട് ഉമ്മു സലമ റളിയല്ലാഹു തആല ഓരോ ദിവസവും മദീനയിലേക്കുള്ള വഴിയിൽ അവർ വന്നിരിക്കും. ഭർത്താവ് മദീനയിലാണ്, മകനാകട്ടെ ഭർത്താവിൻ്റെ കുടുംബക്കാരുടെ കയ്യിലാണ്. എല്ലാ ദിവസവും അവർ മദീനയിലേക്കുള്ള വഴിയിൽ വന്നിരുന്നു കൊണ്ട് അവർ കരയും. കുടുംബക്കാർ കരുതിയത് ഇതാ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ കരച്ചിൽ നിൽക്കും, മദീനയിലേക്ക് പോകാനുള്ള ആഗ്രഹങ്ങൾ മാറും, ഒരു പുതിയ ജീവിതത്തിലേക്ക് അവരെത്തും. ഇസ്ലാം അതിൻ്റെ ഒരു ആവേശം അതൊരു കുറച്ചു കാലമേ ഉണ്ടാകൂ എന്നതാണ് അവർ കരുതിയത്. എന്നാൽ എത്ര ശക്തമായ പീഡനങ്ങൾ നൽകിയാലും എത്ര പ്രയാസപ്പെടുത്തിയാലും തോരാത്ത ഈമാനാണ് അവരുടെ ഹൃദയത്തിലുള്ളത് എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. 1 വർഷക്കാലം ഉമ്മു സലമ റളിയല്ലാഹു തആല ആ വഴിയിൽ അവിടെ കാത്തിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. 1 വർഷം നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പ്, 1 വർഷം നീണ്ടു നിൽക്കുന്ന സഹനത്തിൻ്റെ, ക്ഷമയുടെ നീണ്ട പാഠങ്ങൾ. ഉമ്മു സലമ റളിയല്ലാഹു തആല ദീനിനു വേണ്ടി സഹിച്ചു. ഒടുവിൽ കുടുംബത്തിന് മനസ്സിലായി അവരെ ഈ ആദർശത്തിൽ നിന്ന് മാറ്റാൻ കഴിയുകയില്ല. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു തആലയെ മദീനയിലേക്ക് പോകാൻ അവരനുവദിക്കുന്നു. ഏതൊരു പ്രയാസത്തിനൊടുവിലും ഒരു വെളിച്ചമുണ്ടാകും. കുറച്ചു നമ്മൾ കാത്തിരിക്കണം. ക്ഷമയുടെ കാത്തിരിപ്പുകൾക്കപ്പുറത്ത് നമ്മുടെ മുന്നിൽ ഒരു തെളിച്ചമെത്തും, ഒരു വെളിച്ചമെത്തും. ഉമ്മു സലമ റളിയല്ലാഹു തആല അവരുടെ കൈകളിലേക്ക് സലമയെ അബൂ സലമയുടെ വീട്ടുകാർ തിരിച്ചേൽപ്പിച്ചു. മദീനയിലേക്ക് പോകാനുള്ള അനുവാദം നൽകി. അങ്ങനെ മദീനയിലേക്ക് പുറപ്പെടുമ്പോഴാണ് ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന വ്യക്തിയെ വഴിയിൽ വെച്ചുകൊണ്ട് കാണുന്നത്. ഒരു പെണ്ണ് ഒരു പൈതലിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് മദീനയിലേക്ക് പോകുന്നു. ഉസ്മാൻ ഇബ്നു ത്വൽഹ അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് അവരെ ആ ഒട്ടകപ്പുറത്ത് കയറാൻ അവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ മദീനയിലേക്ക് ഉസ്മാൻ ഇബ്നു ത്വൽഹയാണ് അവരെ എത്തിക്കുന്നത്. ആ പോകുന്ന വഴിയിൽ ഒരു ഹർഫ് പോലും സംസാരിച്ചില്ല. അവർക്ക് വിശ്രമിക്കാൻ സമയമാകുമ്പോൾ ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് ഉസ്മാൻ മാറി നിൽക്കും. മറ്റു ആവശ്യങ്ങൾ, ഭക്ഷണങ്ങൾ, അത്തരം കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തു. ഉമ്മു സലമ റളിയല്ലാഹു തആല ഒരിക്കൽ പറയുകയുണ്ടായി, അറബികൾക്കിടയിൽ
ഉസ്മാൻ ഇബ്നു ത്വൽഹയെ പോലെ മാന്യനായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ആ യാത്രയിൽ ഒരു ഹർഫ് പോലും എന്നോട് അദ്ദേഹം സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവരുടെ നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ അവർ മദീനയിലേക്ക് എത്തുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സലമയെ കാണുകയാണ്. ഭർത്താവിനോട് അവരൊരു ഉടമ്പടി ആവശ്യപ്പെടുകയാണ്. എന്താണ് ആ ഉടമ്പടി? ഇതാ, നമുക്ക് ഇവിടെ ഒരുമിച്ചതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലും നമുക്ക് ഒരുമിക്കാൻ കഴിയണം. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലും നമുക്കൊന്നിക്കണം. നോക്കൂ, എത്ര മനോഹരമായിരിക്കും ആ ദാമ്പത്യം. ഇവിടെ കഴിയുന്നത് പോലെ തന്നെ തൻ്റെ ഭർത്താവിനെ നാളെ പരലോകത്തും തൻ്റെ കൂടെ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരു ഭാര്യ, തൻ്റെ ഭാര്യ തൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവ്. ഉമ്മു സലമ റളിയല്ലാഹു തആല പറയുകയാണ്, അതുകൊണ്ട് നമ്മളിൽ ആരാണോ ആദ്യം മരിക്കുന്നത് അവർ വേറെ വിവാഹം കഴിക്കരുത്. അപ്പോൾ വേറെ വിവാഹം കഴിച്ചിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒന്നിക്കാൻ കഴിയും. നിങ്ങൾ മരിച്ചാൽ ഞാൻ വിവാഹം കഴിക്കുകയില്ല, ഞാൻ മരണപ്പെട്ടാൽ നിങ്ങളും വിവാഹം കഴിക്കരുത് എന്നാവശ്യപ്പെടുകയാണ്. എന്നാൽ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു ആ ഉടമ്പടി അത് സമ്മതിച്ചില്ല. അങ്ങനെ ഒരു ഉടമ്പടി വേണ്ടതില്ല, വേറെ വിവാഹമാകാം. നിങ്ങൾ മരണപ്പെട്ടാൽ എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കാം. എൻ്റെ മരണമാണ് ആദ്യമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വിവാഹം കഴിക്കാം എന്നതാണ് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞത്. ചരിത്രത്തിൽ ഉഹദിൽ ശക്തമായ പോരാട്ടങ്ങൾക്കൊടുവിൽ മഹാനായ അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിന് ശക്തമായ പരിക്കു പറ്റി. ആ പരിക്ക് പിന്നീട് മൂർച്ഛിച്ചു. അദ്ദേഹം രോഗിയായി. അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി. ആ രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ അരികിലേക്ക് വന്ന് ഉമ്മു സലമ റളിയല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇലാമൻ തകിലുനി, നിങ്ങൾ ആരെയാണ് എന്നെ ഏൽപ്പിക്കുന്നത്? ആരുടെ കൈകളിലാണ് എന്നെ നിങ്ങൾ ഏൽപ്പിക്കുന്നത് എന്ന് ഉമ്മു സലമ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്. ആ സമയത്ത് മരണശയ്യയിൽ അബൂ സലമ റളിയല്ലാഹു തആല പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ർസുഖ് ഖൈറൻ ലാ യുഹ്സിനുഹാ വലാ യുഅ്ദീഹാ. അല്ലാഹുവേ, ഉമ്മു സലമക്ക് ഖൈറായ ഒരു ഇണയെ നൽകണേ. ആ ഇണ എങ്ങനെയുള്ളവനാകണം? എൻ്റെ ഉമ്മു സലമയെ ദുഃഖിപ്പിക്കരുത്, എൻ്റെ ഉമ്മു സലമയെ പ്രയാസപ്പെടുത്തരുത്, ഉപദ്രവിക്കരുത്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ ഭാര്യയെ ഉപദ്രവിക്കാത്ത, സങ്കടപ്പെടുത്താത്ത, കണ്ണീര് വീഴ്ത്താത്ത ഒരു മനുഷ്യനാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുക. അങ്ങനെയായിരുന്നു അബൂ സലമ റളിയല്ലാഹു തആല അൻഹു. ഇണയെ സങ്കടപ്പെടുത്തിയിട്ടില്ല, ഇണയെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. അവരുടെ അവകാശങ്ങൾ വെച്ചുകൊടുത്തു. അവർക്കിടയിൽ പരസ്പരമുണ്ടായിരുന്നത് സ്നേഹമായിരുന്നു, കാരുണ്യമായിരുന്നു. മഹാനായ അബൂ സലമ തൻ്റെ ഇണയെ ദുഃഖിപ്പിക്കാത്ത, പ്രയാസപ്പെടുത്താത്ത ഒരു ഇണയെ അവർക്ക് നൽകണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അബൂ സലമ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവരുടെ വിയോഗത്തിൽ കരഞ്ഞു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അല്ലാഹുമ്മ ഗ്ഫിർലി വലഹു വഅഖിബ്നി മിൻഹു ഉഖ്ബ ഹസന. റസൂലുള്ളാഹി ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, അദ്ദേഹത്തിനും എനിക്കും പുറത്തു നൽകണേ, അതിനപ്പുറം ഒരു നല്ല പിൻതലമുറക്കാരനെ നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ എന്ന പ്രാർത്ഥന കൂടെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പ്രാർത്ഥിച്ചു. അബൂ സലമയേക്കാൾ ഖൈറായത് ഇനി ആരെ ലഭിക്കാനാണ് എന്ന് പലപ്പോഴും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ടായിരുന്നു. അബൂ സലമയേക്കാൾ ഖൈറായ മറ്റാരെയാണ് ഇനി എനിക്ക് ലഭിക്കുക?
അത്രമാത്രം നല്ല മനുഷ്യനായിരുന്നു, നല്ലൊരു ഇണയായിരുന്നു അബൂ സലമ എന്ന് അവർ പറയാറുണ്ട്. എന്നാൽ പ്രാർത്ഥനകൾക്ക് അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന സ്വാധീനം എന്താണ് എന്ന് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ്. ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു തആലയെ പിന്നീട് വിവാഹം അന്വേഷിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ വിവാഹാലോചന വന്നപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു തആല പറഞ്ഞു, മമിസ്ലി തുൻകഹ്, എന്നെപ്പോലെയുള്ള ഒരു സ്ത്രീയെയല്ല അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ വിവാഹം കഴിക്കേണ്ടത്. കാരണം ലവലദ ഫിയ, ഇനി എനിക്ക് പ്രസവിക്കാൻ കഴിയില്ല, പ്രായമായ സ്ത്രീയാണ് ഞാൻ, വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്, ഇനിയൊരു പ്രസവം എനിക്ക് സാധ്യമല്ല. അന ഗയൂറുൻ, പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു പ്രകൃതമാണ്. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലതും പറഞ്ഞാൽ അത് പ്രയാസമാണ്, റസൂലുള്ളാഹിയോടുള്ള ധിക്കാരമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരുപക്ഷെ എൻ്റെ ശബ്ദമുയരുമോ, എൻ്റെ പെരുമാറ്റം റസൂലുള്ളാഹിക്ക് പ്രയാസമാകുമോ എന്ന് കരുതി അവർ പറയുകയാണ്, നബിയെ, ഞാനൊരു കോപമുള്ള, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രകൃതമാണ് എൻ്റേത്. മക്കളുണ്ട്, 4 മക്കളുണ്ട് എനിക്ക്. ആ മക്കളുടെ സംരക്ഷണം കൂടെ ആലോചിക്കേണ്ടതില്ല റസൂലെ? ലൈസ അഹദുൻ ഷാഹിദൻ, മാത്രവുമല്ല കുടുംബത്തിൽ ഈ കല്യാണത്തിന് സാക്ഷ്യം വഹിക്കാൻ ആരും തന്നെയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രായമാണ് നിങ്ങളുടെ പ്രയാസമെങ്കിൽ നിങ്ങളെക്കാൾ പ്രായം എനിക്കുണ്ട്. നിങ്ങളുടെ കോപമാണോ? ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, മക്കളെ ഞാൻ ഏറ്റെടുക്കുന്നു, ആ മക്കൾ എൻ്റേതുകൂടെയാണ്, അവരുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. കുടുംബത്തിൽ സാക്ഷികളായി ആരുമില്ല എങ്കിൽ കുടുംബത്തിൽ ഈ വിവാഹത്തെ എതിർക്കുന്ന ആളുകളുമില്ലല്ലോ, അവർക്കെല്ലാം ഈ വിവാഹത്തിൽ സമ്മതവുമായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ മറുപടി പറഞ്ഞു. പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഉമ്മു സലമ റളിയല്ലാഹു തആലയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വലിയ ഇൽമുള്ള, ഹിക്മത്തുള്ള, തഖ്വയുള്ള മഹദിയായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു തആല. ഒരിക്കൽ അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മാ ലനാ ലാ നദ്കുറു ഫിൽ ഖുർആൻ കമാ യദ്കുറു റിജാൽ, എന്താണ് നബിയെ പുരുഷന്മാരെ പറ്റി ഖുർആനിൽ പരാമർശിക്കപ്പെടുന്നത് പോലെ സ്ത്രീകളെ പരാമർശിക്കാത്തത്? അധികവും പുരുഷന്മാരെ പറ്റിയാണല്ലോ പരാമർശങ്ങളുള്ളത്, അതുപോലെ എന്താണ് സ്ത്രീകളെ പറ്റി പരാമർശിക്കാത്തത്? ഈ ചോദ്യം ചോദിച്ചു. അവര് ഒന്ന് മാറി നിന്ന് മുടി ചീകുകയാണ്. മുടി ചീകിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറി ഉറക്കെ വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ്, അയ്യുഹന്നാസ്, ജനങ്ങളെ, ജനങ്ങളെ. അഥവാ വഹി ഇറങ്ങിയിട്ടുണ്ട്. ആ വഹി അറിയിക്കാനാണ് ആ വിളിച്ചു പറയൽ. ഉമ്മു സലമ റളിയല്ലാഹു തആല അവരുടെ കാത് അത് കേൾക്കാനായി കൂർപ്പിച്ചു വെച്ചു. സൂറത്തുൽ അഹ്സാബിലെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വസ്സാദിഖീന വസ്സാദിഖാത്തി വസ്സാബിരീന വസ്സാബിറാത്തി വൽ ഖാശിഈന വൽ ഖാശിആത്തി വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്തി വസ്സായിമീന വസ്സായിമാത്തി വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്തി വദ്ദാകിരീന അല്ലാഹ കസീറ വദ്ദാകിറാത്തി അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ വഅജ്റൻ അദീമാ. നോക്കൂ, സാധാരണ ഒരു ആയത്തിൽ പരാമർശിക്കപ്പെടുന്നത് പോലെയാണോ ഇവിടെ പരാമർശിച്ചത്? ഓരോന്നിൻ്റെയും മുദക്കറ് പറഞ്ഞ് അതിലേക്ക് ചേർത്തുകൊണ്ട് മുഅന്നസ്, മുസ്ലിമീന വൽ മുസ്ലിമാത്തി, മുഅ്മിനീന വൽ മുഅ്മിനാത്തി, ഖാനിതീന വൽ ഖാനിതാത്തി. ഉമ്മു സലമ റളിയല്ലാഹു തആലയുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം മഹത്വം അവർക്കുണ്ടായിരിക്കും.
378 ഹദീസുകൾ ഉമ്മു സലമ റളിയല്ലാഹു തആലയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഹിജ്റയുടെ 61 അവസാനമായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മു സലമ റളിയല്ലാഹു തആല വഫാത്താകുന്നത്. പ്രവാചകന്റെ ഭാര്യമാരിൽ അവസാനത്തിൽ മരണപ്പെടുന്ന ഭാര്യയാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല. 90 വയസ്സ് പ്രായം ആ സമയത്ത് അവർക്കുണ്ടായിരുന്നു. അവർ ഉയർന്നത് അവരുടെ തഖ്വയിലൂടെ, അവരുടെ സഹനങ്ങളിലൂടെ, അവരുടെ ത്യാഗങ്ങളിലൂടെയാണ്. നമുക്കും ദീനിനു വേണ്ടി, ആദർശത്തിനു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാൻ, ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാകണം. അള്ളാഹു അത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.